കഥയുടെ തുടക്കത്തിൽ സൗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗവേഷക സംഘത്തെയാണ് നമ്മൾ കാണുന്നത്. ആ കപ്പലിൽ ഡേവിഡ് എന്ന കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. സമുദ്രത്തിന്റെ നടുവിലുള്ള ഒറ്റപ്പെട്ട ഒരു ദ്വീപിലെ കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാനാണ് സർക്കാർ അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുന്നത്. ഏകദേശം ഒരു വർഷത്തോളം ആ ദ്വീപിൽ താമസിച്ച് അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഡേവിഡിന്റെ ലക്ഷ്യം. പൂർണ്ണമായും വിജനമായിരുന്ന ആ സ്ഥലത്ത് ഒരു പറവ പോലും പറക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു ലൈറ്റ് ഹൗസും അടുത്തായി ചെറിയൊരു വീടും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡേവിഡിന് താമസിക്കാനായി ഒരുക്കിയിരുന്നത് ആ വീടായിരുന്നു. അതിനു മുൻപ് റോബർട്ട് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നത്. ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജോലി അവസാനിച്ച സമയമായിരുന്നു അത്. അതുകൊണ്ട് റോബർട്ടിനു പകരം ഡേവിഡ് ചുമതല ഏൽക്കുമെന്നും റോബർട്ട് കപ്പലിൽ കയറി തിരികെ നാട്ടിലേക്ക് മടങ്ങുമെന്നതുമായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വീടിനുള്ളിലേക്ക് കടന്ന സംഘം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല. റോബർട്ടിന്റെ സാധനങ്ങൾ എല്ലാം മുറിക്കുള്ളിൽ ചിതറിത്തെറിച്ച കിടക്കുകയായിരുന്നു. ഇത് കണ്ട ക്യാപ്റ്റനും ഡേവിഡും റോബർട്ട് ലൈറ്റ് ഹൗസിലുണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് തിരിച്ചു. എന്നാൽ അവിടെ കണ്ടത് അതിലും ഭയാനകരമായ കാഴ്ചയായിരുന്നു. ലൈറ്റ് ഹൗസിനു ചുറ്റും മൂർച്ചയേറിയ മരത്തടികൾ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ആരോ മനഃപൂർവ്വം ഉള്ളിലേക്ക് ആരും കടക്കാതിരിക്കാൻ ഒരു കോട്ട പോലെ അത് അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. പലതവണ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് യാതൊരു പ്രതികരണവും വന്നില്ല. ഒടുവിൽ വാതിൽ ശക്തിയായി തള്ളി തുറന്ന് അവർ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഗ്രൂണർ എന്ന ഒരു വ്യക്തിയെ കണ്ടു. റോബർട്ട് എവിടെയാണെന്ന ചോദ്യത്തിന് ഗ്രൂണർ നൽകിയ മറുപടി ഇതായിരുന്നു: അവൻ മരിച്ചുപോയി. കടലിലേക്ക് പോയ അവൻ പിന്നീട് തിരികെ വന്നിട്ടില്ല. ഈ മറുപടി കേട്ട് ഡേവിഡും ക്യാപ്റ്റനും ഒരേപോലെ പകച്ചുപോയി. തുടർന്ന് ക്യാപ്റ്റൻ ഡേവിഡിനോട് പറഞ്ഞു: നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങളോടൊപ്പം തിരികെ വരാം. എന്നാൽ ഡേവിഡ് ആ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. ഈ ദ്വീപിലെ കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾ സർക്കാരിന് എത്തിച്ചു നൽകിയാൽ വലിയൊരു തുക പ്രതിഫലമായി ലഭിക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. മടങ്ങുന്നതിനു മുൻപ് സ്വയരക്ഷയ്ക്കായി ക്യാപ്റ്റൻ ഒരു തോക്ക് ഡേവിഡിന് കൈമാറി. ഒപ്പം ഒരു മുന്നറിയിപ്പും നൽകി: ഈ സ്ഥലം അത്ര സുരക്ഷിതമായി എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ശ്രദ്ധ വേണം. അങ്ങനെ കപ്പൽ ഡേവിഡിനെ അവിടെ ഒറ്റയ്ക്കാക്കി യാത്രയായി. ഇനി ഒരു വർഷത്തേക്ക് ശേഷമേ ആ കപ്പൽ തിരികെ എത്തുകയുള്ളൂ. കപ്പൽ പോയതിനു ശേഷം ഡേവിഡ് ആ വീടെല്ലാം വൃത്തിയാക്കി താമസയോഗ്യമാക്കി മാറ്റി. രാത്രിയിൽ ഡ്രോയർ പരിശോധിക്കുന്നതിനിടെ റോബർട്ടിൻ്റെ ഒരു ഡയറി അവന് ലഭിച്ചു. ദ്വീപിനെക്കുറിച്ചുള്ള നിരവധി കുറിപ്പുകൾ ഡയറിയിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചൊരു ദുരൂഹജീവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. എന്നാൽ അതിൽ പലതും അപൂർണമായിരുന്നു. കൂടാതെ വിചിത്ര രൂപത്തിലുള്ള ചില ജീവികളുടെ ചിത്രങ്ങളും അതിൽ വരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാവും വരച്ചതെന്ന് ഡേവിഡിന് മനസ്സിലായില്ല. ഒറ്റപ്പെടലിന്റെ ബോറടി മാറ്റാൻ റോബർട്ട് ചെയ്തതായിരിക്കും എന്നാണ് അവൻ കരുതിയത്. ഡയറിയുടെ ഒരു പേജിൽ റോബർട്ടിന്റെ ഭാര്യയുടെ ചിത്രവും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഡയറി വായിച്ചു തീരുന്നതിനൂടെ ക്ഷീണം കാരണം ഡേവിഡ് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ കാലാവസ്ഥാ ഡേറ്റ ശേഖരിക്കാനായി ഡേവിഡ് പുറത്തിറങ്ങി. കടൽ തീരത്തെത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിചിത്രമായ ഒരു കാഴ്ചയിലുടക്കി. പാറക്കെട്ടുകൾക്കിടയിൽ കല്ലുകൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നു. അതിനു നടുവിലായി ചിപ്പികളും പ്രത്യേകമായ പാറ്റേണിൽ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഗ്രൂണർ ചെയ്തതായിരിക്കും എന്ന് കരുതിയ അവൻ പിന്നീട് അത് കാര്യമാക്കാതെ ജോലി തുടർന്നു. ജോലിക്കൂടെ ടെലിസ്കോപ്പിലൂടെ ലൈറ്റ് ഹൗസിലേക്ക് നോക്കിയപ്പോൾ ഗ്രൂണറിനൊപ്പം മറ്റൊരു രൂപം കൂടി നടക്കുന്നതായി അവന് തോന്നി. പക്ഷേ അടുത്ത നിമിഷം തന്നെ ആ രൂപം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. വീണ്ടും നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല. ഒടുവിൽ അതവൻ്റെ വെറും തോന്നലായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. രാത്രിയിൽ ഡേവിഡ് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവൻ കേട്ടു. ഗ്രൂണർ ആയിരിക്കും എന്ന് കരുതി അവൻ പേര് വിളിച്ചു നോക്കി. പക്ഷെ മറുപടി ഒന്നും വന്നില്ല. കയ്യിൽ വിളക്കുമേന്തി അവൻ വാതിലിനടുത്തേക്ക് നടന്നു. എന്നാൽ അവൻ്റെ കാതുകളിലേക്ക് എത്തിയത് മനുഷ്യൻ്റേതല്ലാത്ത ഏതോ വിചിത്രമായ ശബ്ദങ്ങളായിരുന്നു. അടുത്ത നിമിഷം വാതിലിൻ്റെ അടിയിലെ വിടവിലൂടെ ഭയാനകമായ ഏതോ ഒരു ജീവിയുടെ കൈ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. ആ കൈ മനുഷ്യൻ്റേതല്ലെന്ന് ഡേവിഡ് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അത് കണ്ട നിമിഷം അവൻ്റെ ശരീരം മുഴുവൻ ഭയം നിറഞ്ഞു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ വീടിൻ്റെ അടിത്തട്ടിലുള്ള ബേസ്മെൻറ്റിലേക്ക് ഓടി. അല്പസമയത്തിനകം ആ ദുരൂഹജീവി വീട്ടിനുള്ളിലേക്ക് കയറി. അത് ഓരോ മുറിയിലും കയറി ഡേവിഡിനെ തിരയുകയായിരുന്നു. ബേസ്മെൻറ്റിലെ ചെറിയൊരു വിടവിലൂടെ ഡേവിഡ് ആ ജീവിയെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ ചെറിയൊരു ചലനം ആ ജീവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്ത നിമിഷം അത് വേഗത്തിൽ അവനെ പിടിക്കാനായി പാഞ്ഞു വന്നു. സ്വയം രക്ഷിക്കാനായി ഡേവിഡ് സമീപമുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ആ ജീവിയുടെ കണ്ണിലേക്ക് കുത്തി.
വേദനയിൽ അലറിയ ആ ജീവി ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അത് വീണ്ടും തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഡേവിഡിന് ഒരു സംശയവുമില്ലായിരുന്നു. റോബോട്ടിന്റെ ഡയറിയിൽ എഴുതിയിരുന്ന വിചിത്രമായ ജീവികളുടെ കഥകൾ വെറും ഭ്രമമല്ല, യാഥാർത്ഥ്യമാണെന്ന് അപ്പോൾ അവന് മനസ്സിലായി. ഭയം കാരണം ആ രാത്രി അവന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കടൽ തീരത്തെ മണലിൽ ചില കാൽപ്പാടുകൾ അവൻ കണ്ടു. അവ മനുഷ്യൻ്റേതല്ലായിരുന്നു. ആ കാൽപ്പാടുകൾ നേരെ കടലിലേക്ക് പോയി അവിടെ അവസാനിച്ചു. അപ്പോഴാണ് ഗ്രൂണർ എന്തിനാണ് ലൈറ്റ് ഹൗസിന്റെ ചുറ്റും മൂർച്ചയുള്ള മരത്തടികൾ സ്ഥാപിച്ചതെന്ന് ഡേവിഡിന് മനസ്സിലായത്. ഇനി ഈ വീട്ടിൽ താമസിച്ചാൽ ആ ജീവികൾ ഏതു സമയത്തും തന്നെ കൊല്ലുമെന്ന് അവൻ ഉറപ്പിച്ചു. ഭയന്ന് അവൻ ലൈറ്റ് ഹൗസിലേക്ക് ഓടി. വാതിലിന് മുന്നിലെത്തി ഉറക്കെ വിളിച്ചു, "വാതിൽ തുറക്കൂ, എന്നെ അകത്ത് കയറ്റൂ." പക്ഷെ ഗ്രൂണർ വാതിൽ തുറന്നില്ല. പകരം അവൻ പറഞ്ഞു, "കപ്പലിനൊപ്പം തന്നെ നീ തിരികെ പോകേണ്ടതായിരുന്നു." നിരാശനായ ഡേവിഡ് തിരിച്ചുപോയി. ഗ്രൂണർ അവനെ ലൈറ്റ് ഹൗസിനടുത്തു പോലും നിൽക്കാൻ അനുവദിച്ചില്ല. അവനിപ്പോൾ തിരികെ വീട്ടിലെത്തി. അവൻ വീട്ടിലെ എല്ലാ ജനലുകളും മരപ്പലകകൾ ഉപയോഗിച്ച് അടച്ചു. വീടിന്റെ ചുറ്റും മൂർച്ചയുള്ള മരത്തടികൾ കൊണ്ട് ഒരു പ്രതിരോധ വലയം ഒരുക്കി. വാതിലിനു പുറത്തായി പഴയ പുസ്തകങ്ങളും കടലാസുകളും കൂട്ടിയിട്ട ശേഷം അവയിൽ എണ്ണ ഒഴിച്ചു. ആ ജീവികൾ വന്നാൽ തീ ഉപയോഗിച്ച് അവരെ ഓടിക്കാമെന്നായിരുന്നു അവന്റെ പദ്ധതി. ഭാഗ്യവശാൽ വീടിനുള്ളിൽ നിന്ന് ഒരു പഴയ പെട്ടി അവൻ കണ്ടെത്തി. അതിനുള്ളിൽ ഒരു തോക്കും ധാരാളം വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രതീക്ഷ അവനിൽ ഉണർന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയതോടെ ഡേവിഡിന്റെ ഭയം വർദ്ധിച്ചു. രാത്രി പൂർണ്ണമായി വീണപ്പോൾ അവൻ തോക്ക് കയ്യിൽ പിടിച്ച് വീടിന്റെ ഒരു കോണിൽ ഇരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ജനലിന്റെ ചെറിയൊരു വിടവിലൂടെ കടലിലേക്ക് നോക്കിയ ഡേവിഡ് ഞെട്ടിപ്പോയി. വെള്ളത്തിൽ നിന്ന് ഒരൊറ്റ ജീവിയല്ല, അതേ രൂപത്തിലുള്ള നിരവധി ജീവികൾ കരയിലേക്ക് കയറി വരികയായിരുന്നു. അല്പസമയത്തിനകം അവയെല്ലാം വീടിന്റെ വാതിലിന് മുന്നിൽ കൂടി വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഡേവിഡ് ഉടൻ തന്നെ വെടിവെക്കാൻ തുടങ്ങി. ചില ജീവികൾ വെടിയേറ്റ് വീണു മരിച്ചു. വെടിയുടെ ശബ്ദം കേട്ട് അവ പേടിച്ചോടിപ്പോകുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ സ്വന്തം കൂട്ടുകാർ മരിക്കുന്നത് കണ്ടതോടെ അവ കൂടുതൽ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഡേവിഡ് തന്റെ പദ്ധതി നടപ്പിലാക്കി. വാതിലിന് പുറത്തു കൂട്ടിയിരുന്ന പുസ്തകങ്ങളും കടലാസുകൾക്കും തീ കൊളുത്തി. തീ കണ്ട റൈഫിൾ കയ്യിലെടുത്ത് ലൈറ്റ് ഹൗസിന് സമീപമുള്ള പാറകൾക്കിടയിൽ അവൻ ഒളിച്ചിരുന്നു. ഗ്രൂണർ വെള്ളമെടുക്കാൻ പുറത്തു വരുന്ന സമയത്തിനായി ഡേവിഡ് അവിടെ ക്ഷമയോടെ കാത്തുനിന്നു. ഒടുവിൽ ഗ്രൂണർ വെള്ളം ശേഖരിക്കാൻ പുറത്തിറങ്ങി. അവസരം കണ്ട ഡേവിഡ് പതുക്കെ അവന്റെ പിന്നാലെ നീങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു വിചിത്ര ജീവി ഡേവിഡിനെ ആക്രമിച്ചു. ഗ്രൂണറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആ ജീവിയെ ഏറെ പണിപ്പെട്ടാണ് ഡേവിഡ് കീഴ്പ്പെടുത്തിയത്. വെടിവെക്കാൻ ഒരുങ്ങിയ നിമിഷം ഗ്രൂണർ അവനെ തടഞ്ഞു. "വെടിവെക്കരുത്, അതിൻ്റെ വളർത്തുജീവിയാണ്." ആ വാക്കുകൾ കേട്ട് ഡേവിഡ് ആശയക്കുഴപ്പത്തിലായി. പക്ഷേ ആ സാഹചര്യം അവൻ തന്റെ അനുകൂലമായി ഉപയോഗിച്ചു. "ഈ ജീവിയെ ജീവനോടെ വേണമെങ്കിൽ എന്നെ ലൈറ്റ് ഹൗസിൽ താമസിക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ ഞാനിതിനെ വെടിവെക്കും." ഒടുവിൽ ഗ്രൂണർ അതിന് സമ്മതിച്ചു. കാരണം ഡേവിഡിന്റെ കൈവശം ധാരാളം ഭക്ഷണ സാധനങ്ങളും വെടിമരുന്നും ഉണ്ടായിരുന്നു. സന്ധ്യ ആകുന്നതിനു മുൻപ് ഇരുവരും ബാക്കിയുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും ലൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നു. ആ രാത്രി അവർ അവിടെ തന്നെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു വിചിത്ര അനുഭവമാണ് ഡേവിഡിനെ കാത്തിരുന്നത്. ഉറക്കമുണർന്നപ്പോൾ തൻ്റെ കൈ ആ ജീവി നാവുകൊണ്ട് നക്കുന്നതാണ് അവൻ കണ്ടത്. ആദ്യം അവൻ ഭയന്നെങ്കിലും പിന്നീട് ശ്രദ്ധിച്ചത് മറ്റൊന്നായിരുന്നു. തലേ ദിവസം ഗുരുതരമായി പരിക്കേറ്റിരുന്ന കൈ ഏതാണ്ട് പൂർണ്ണമായി സുഖപ്പെട്ടിരുന്നു. ഇത് കണ്ട ഡേവിഡ് അമ്പരന്നു. ഈ ജീവികൾക്ക് അസാധാരണമായ രോഗശാന്തി ശക്തിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ രഹസ്യം ലോകത്തിന് മുന്നിലെത്തിച്ചാൽ താനും ഗ്രൂണറും വലിയ പ്രശസ്തിയും സമ്പത്തും. എന്നാൽ ഗ്രൂണറിന് ഇതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവനെ ദ്വീപ് വിട്ട് എവിടെയും പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ഈ ലോകത്ത് തനിക്ക് ആരുമില്ലെന്നും ഈ ദ്വീപാണ് തൻ്റെ രാജ്യമെന്നും ഇവിടെ താനാണ് രാജാവെന്നും അവൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലും അവൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു, "ഈ ദ്വീപിൻ്റെ രാജാവ് ഗ്രൂണറാണ്." പക്ഷേ ഡേവിഡിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സംശയം ബാക്കിയായിരുന്നു. ഇത്ര അപകടകാരിയായ ഒരു ജീവി എങ്ങനെ ഗ്രൂണറിൻ്റെ വിശ്വസ്തയായി മാറി? അതിന് ഗ്രൂണർ ഒരു കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഈ ജീവി ചെറുപ്പമായിരിക്കുമ്പോൾ അബദ്ധത്തിൽ തൻ്റെ മീൻപിടുത്ത വലയിൽ കുടുങ്ങിയിരുന്നു. അന്ന് അതിൻ്റെ ജീവൻ രക്ഷിച്ചത് ഗ്രൂണറായിരുന്നു. അതിനുശേഷം ആ ജീവി അവനോടൊപ്പം തന്നെ തുടരുകയും അവൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും ചെയ്തു. എന്നാൽ ഗ്രൂണർ അവളോട് ഒരു യജമാനനെ പോലെയല്ല പെരുമാറിയത്. അവളെ നിരന്തരം മർദ്ദിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ആ ജീവി ഗ്രൂണറെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനു മറുപടിയായി ഗ്രൂണർ നൽകിയ ശിക്ഷ അത്രയും ക്രൂരമായിരുന്നു.
അതിനുശേഷം ആ ജീവി പൂർണ്ണമായും അവൻ്റെ അടിമയെപ്പോലെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാ രാത്രിയിലും കടലിൽ നിന്ന് ആ ജീവികൾ ആക്രമിക്കാൻ വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഡേവിഡിന് മനസ്സിലായത്. അവർ യുദ്ധം ചെയ്യാൻ വന്നതല്ല, സ്വന്തം കൂട്ടാളിയെ ഗ്രൂണറിൻ്റെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുപോകാനായിരുന്നു ഓരോ രാത്രിയും അവർ ജീവൻ പണയം വെച്ച് വരുന്നത്. എന്നാൽ പകൽ സമയത്ത് അവർക്ക് ആക്രമിക്കാൻ കഴിയില്ല, കാരണം സൂര്യപ്രകാശം അവരുടെ ചർമ്മത്തെ പൊള്ളിച്ചു കളയും. ഇതെല്ലാം മനസ്സിലാക്കിയതോടെ ഡേവിഡ് ഈ ദ്വീപിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉറപ്പിച്ചു. അതിനിടെ സന്ധ്യയായി. ഗ്രൂണർ തോക്ക് കയ്യിലെടുത്ത് ഡേവിഡിനോട് പറഞ്ഞു, തയ്യാറാകൂ, ഇന്നും അവർ വരും. അവർ ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചം തെളിയിക്കാൻ തയ്യാറായി. അല്പസമയത്തിനകം കടലിൽ നിന്ന് വലിയൊരു കൂട്ടം ജീവികൾ കരയിലേക്ക് കയറി വരാൻ തുടങ്ങി. അവർ നേരെ ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി മുന്നേറുകയായിരുന്നു. ഗ്രൂണർ ഒരുവിധ മടിയും കൂടാതെ അവയ്ക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ ഡേവിഡ് ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. അവൻ പതുക്കെ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറി ഒരു മൂലയിലിരുന്നു. ഗ്രൂണർ എത്ര പറഞ്ഞിട്ടും അവന് പുറത്തേക്ക് വരാൻ ധൈര്യമുണ്ടായില്ല. ഒടുവിൽ അമിതമായ ഭയവും ക്ഷീണവും കാരണം ഡേവിഡ് ബോധരഹിതനായി വീണു. ആ രാത്രി മുഴുവൻ ലൈറ്റ് ഹൗസിനെയും ഡേവിഡിൻ്റെ ജീവനെയും കാത്ത് ഗ്രൂണർ ഒറ്റയ്ക്കാണ് ആ ജീവികളോട് പോരാടിയത്. പിറ്റേന്ന് രാവിലെ ഗ്രൂണർ ദേഷ്യത്തോടെ ഡേവിഡിൻ്റെ മുഖത്ത് വെള്ളമൊഴിച്ചാണ് അവനെ എഴുന്നേൽപ്പിച്ചത്. ജീവിച്ചിരിക്കണമെങ്കിൽ ഇവരെ നേരിടാൻ പഠിക്കണം, അല്ലെങ്കിൽ ഈ ലൈറ്റ് ഹൗസിൽ നിനക്ക് സ്ഥാനമുണ്ടാകില്ല. അതോടെ ഡേവിഡിന് വേറെ വഴിയില്ലാതെയായി. ഗ്രൂണർ പറയുന്നതെല്ലാം അനുസരിക്കുകയായിരുന്നു അവൻ്റെ ഏക മാർഗം. പകൽ സമയത്ത് ലൈറ്റ് ഹൗസിലെ എല്ലാ ജോലികളും ഡേവിഡ് ചെയ്യേണ്ടി വന്നു. വെള്ളം കൊണ്ടുവരുന്നത് മുതൽ അറ്റകുറ്റപ്പണികൾ വരെ എല്ലാം അവൻ്റെ ചുമതലയായി. രാത്രി ഇരുവരും ചേർന്ന് കാവൽ നിൽക്കുകയും ജീവികളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം മാത്രം ഡേവിഡിന് സഹിക്കാനായില്ല. ഗ്രൂണർ തൻ്റെ തടവിലാക്കിയിരുന്ന പെൺജീവിയെ ദിവസവും ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ച. ഓരോ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് ഡേവിഡിനെ മാനസികമായി തകർത്തു. അന്നും രാത്രി ആക്രമണം തുടങ്ങി. ഇത്തവണ ഡേവിഡ് ഭയന്ന് ഒളിച്ചില്ല. അവനും തോക്കെടുത്ത് ജീവികൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി ഗ്രൂണർ ലൈറ്റ് ഹൗസിൻ്റെ വാതിൽ അടച്ച് അകത്ത് കയറി. ഡേവിഡിനെ ഒറ്റയ്ക്ക് പുറത്താക്കി. സ്വന്തം കരുത്തിൽ എങ്ങനെ അതിജീവിക്കാമെന്ന് അവൻ പഠിക്കണമെന്നായിരുന്നു ഗ്രൂണറിൻ്റെ തീരുമാനം. ആ രാത്രി മുഴുവൻ ഡേവിഡ് ഒറ്റയ്ക്കാണ് ആ ജീവികളോട് പൊരുതിയത്. നേരെ വെളുത്തപ്പോൾ ഗ്രൂണർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ രക്തത്തിൽ കുളിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഡേവിഡിനെയാണ് അവൻ കണ്ടത്. അവന് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെങ്കിലും ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇപ്പോൾ ഡേവിഡ് പോരാടാൻ പഠിച്ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. രാത്രിയിൽ ജീവികളുമായുള്ള പോരാട്ടവും പകൽ ലൈറ്റ് ഹൗസിലെ ജോലികളും മാത്രമായി ഡേവിഡിൻ്റെ ജീവിതം. ഈ ദ്വീപ് ഇപ്പോൾ അവനൊരു ജയിൽ പോലെയായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമാണ് അവന് മനസ്സിലുണ്ടായിരുന്നത്. അതിനിടയിൽ മറ്റൊരു മാറ്റവും സംഭവിച്ചു. ഗ്രൂണറുടെ തടവിലിരുന്ന ആ പെൺജീവിയോട് ഡേവിഡിന് സഹതാപം തോന്നി തുടങ്ങി. അവൾക്കും സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നതിൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദനയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അവൾക്ക് ഡേവിഡ് ഒരു പേര് നൽകി, അനാരിസ്. കാലം കടന്നു പോകുന്നതനുസരിച്ച് ഇരുവരും തമ്മിൽ ഒരു പ്രത്യേക സൗഹൃദം രൂപപ്പെട്ടു. അതിനിടെ വിചിത്രമായ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. രാത്രിയിലെ ആക്രമണങ്ങൾ പതുക്കെ കുറഞ്ഞു തുടങ്ങി. ഡേവിഡ് കരുതിയത് ഒരുപക്ഷെ കാലാവസ്ഥ മാറിയതുകൊണ്ട് ജീവികൾ മറ്റെവിടെയെങ്കിലും പോയിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഗ്രൂണർ അതിനോട് യോജിച്ചില്ല. അവർ പോയിട്ടില്ല, അവർ കൂടുതൽ ശക്തരായി തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് ഡേവിഡിൻ്റെ ഭയം വീണ്ടും വർദ്ധിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി അത്താഴം കഴിഞ്ഞ് സമയം ചെലവഴിക്കാൻ ഇരുവരും ചേർന്ന് ചെസ് കളിക്കാൻ തുടങ്ങി. കളിയിൽ മുഴുകിയിരുന്നതിനാൽ ഒരു വലിയ അബദ്ധം സംഭവിച്ചു. ലൈറ്റ് ഹൗസിൻ്റെ പ്രധാന വെളിച്ചം തെളിയിക്കാൻ അവർ മറന്നുപോയി. ഇരുട്ടിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ജീവികൾ വലിയൊരു കൂട്ടമായി ലൈറ്റ് ഹൗസിലേക്ക് ഇരച്ചു കയറി. അവർ വാതിലുകൾ തകർത്ത് അകത്തേക്ക് കടക്കാൻ തുടങ്ങി. ഡേവിഡും ഗ്രൂണറും തിരിച്ചടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്തവണ ജീവികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതോടൊപ്പം വെടിയുണ്ടകളും തീരാറായിരുന്നു. ഒടുവിൽ അവർ രക്ഷപ്പെടാൻ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഓടി. ഈ സംഘർഷത്തിനിടെ ഗ്രൂണറിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇനി രക്ഷയില്ലെന്ന് ഇരുവരും കരുതി. പക്ഷേ ഭാഗ്യവശാൽ നേരം വെളുത്തു. സൂര്യപ്രകാശം പതിച്ചതോടെ ജീവികൾ ആക്രമണം നിർത്തി. വീണ്ടും കടലിലേക്ക് മടങ്ങി. അല്പസമയത്തിനു ശേഷം അനാരിസ് ഗ്രൂണറുടെ മുറിവ് നക്കിക്കൊണ്ട് സുഖപ്പെടുത്താൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ട ഡേവിഡിന് ഒരു കാര്യം വ്യക്തമായി. ഇനി യുദ്ധം സാധാരണ രീതിയിൽ ജയിക്കാൻ കഴിയില്ല. വെടിയുണ്ടകൾ തീരുകയാണ്. ഭക്ഷണവും അധികകാലം മതിയാകില്ല. ഇതിനിടെയാണ് അടുത്ത ദിവസം ഡേവിഡ് കടലിലേക്ക് നോക്കിയപ്പോൾ ദൂരെയായി ഒരു കപ്പൽ കണ്ടത്. പ്രതീക്ഷയോടെ അവൻ ലൈറ്റ് ഹൗസിൽ നിന്ന് ഫ്ലെയർ ഗൺ എടുത്ത് കപ്പലിന് സിഗ്നൽ നൽകാൻ ഓടി.
എന്നാൽ ഗ്രൂണർ അവനെ തടഞ്ഞു. കാരണം ഡേവിഡ് ഈ ദ്വീപ് വിട്ടുപോകുന്നത് ഗ്രൂണറിന് ഒരിക്കലും സമ്മതമായിരുന്നില്ല. അതിനിടെ കപ്പൽ പതുക്കെ ദൂരേക്ക് നീങ്ങി. ഒടുവിൽ ഡേവിഡിൻ്റെ കണ്ണിൽ നിന്ന് തന്നെ അത് മറഞ്ഞുപോയി. ഇനി രക്ഷപ്പെടാനുള്ള അവസരം നഷ്ടമായെന്ന് അവൻ മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഗ്രൂണറിൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ ഡേവിഡിനെയും അനാരിസിനെയും ഇപ്പോഴും മോശമായി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അനാരിസിനോടുള്ള അവൻ്റെ ക്രൂരത ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഡേവിഡ് മീനിൻ്റെ എല്ലുപയോഗിച്ച് ഒരു ചെറിയ കളിപ്പടം ഉണ്ടാക്കി അനാരിസിന് സമ്മാനമായി നൽകി. ആ ചെറിയ സമ്മാനം കണ്ട അനാരിസ് ഡേവിഡിനെ ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച ഡേവിഡിനെ അത്ഭുതപ്പെടുത്തി. പാറകൾക്കിടയിൽ ഒരു യഥാർത്ഥ ബോട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗ്രൂണർ പറഞ്ഞു, തനിക്ക് ഈ ബോട്ടിനെക്കുറിച്ച് അറിയാമായിരുന്നു. അവൻ പറഞ്ഞ കഥ പ്രകാരം വർഷങ്ങൾക്ക് മുൻപ് ഒരു കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ ദ്വീപിന് സമീപം തകർന്നിരുന്നു. ജീവൻ രക്ഷിക്കാൻ ചിലർ ഈ ബോട്ടിൽ കരയിലെത്തിയെങ്കിലും പിറ്റേന്ന് സൂര്യോദയം കാണാൻ അവരിൽ ഒരാളും ജീവിച്ചിരുന്നില്ല. രാത്രിയിൽ തന്നെ ആ ദുരൂഹ ജീവികൾ അവരെ കൊന്നൊടുക്കുകയായിരുന്നു. ആ കപ്പലിൽ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും വെടിമരുന്നുകളും ഉണ്ടായിരുന്നുവെന്നും ഗ്രൂണർ പറഞ്ഞു. ഇത് കേട്ടതോടെ ഡേവിഡിൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചു. കൈവശമുണ്ടായിരുന്ന ഡൈവിംഗ് സ്യൂട്ട് ഉപയോഗിച്ച് കപ്പൽ മുങ്ങിക്കിടന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടെ നിന്ന് വെടിമരുന്നുകളോ ഡൈനാമൈറ്റോ കണ്ടെത്താമെന്ന് അവൻ കരുതി. അങ്ങനെ ലഭിച്ചാൽ ഈ ജീവികൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാമെന്നും അവൻ വിചാരിച്ചു. ആദ്യം ഗ്രൂണർ ഈ ആശയം തള്ളിക്കളഞ്ഞു. എന്നാൽ ഡേവിഡ് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് അത് ചെയ്യാൻ തയ്യാറായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ ഡേവിഡും അനാരിസും തമ്മിലുള്ള അടുപ്പം കൂടുതൽ ശക്തമായി. അവൾ വെറുമൊരു തടവുകാരിയല്ല, വികാരങ്ങളുള്ള ഒരു ജീവിയാണെന്ന് ഡേവിഡ് തിരിച്ചറിഞ്ഞു. അവരിരുവരും തമ്മിലുള്ള ഈ അടുപ്പം ഗ്രൂണർ രഹസ്യമായി കണ്ടു. അതവനിൽ കടുത്ത അസൂയയും കോപവും ഉണ്ടാക്കി. അനാരിസ് തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെന്ന തോന്നൽ അവനുണ്ടായി. അടുത്ത ദിവസം അപ്രതീക്ഷിതമായി ഗ്രൂണർ ഡേവിഡിൻ്റെ പദ്ധതിക്ക് സമ്മതിച്ചു. ശരി, നീ ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച് കടലിലേക്ക് പോകൂ. അവിടെ നിന്ന് കഴിയുന്നത്ര ഡൈനാമൈറ്റ് മുകളിലേക്ക് കൊണ്ടുവരൂ. പക്ഷേ പുറത്തു കാണിച്ച സമ്മതത്തിന് പിന്നിൽ മറ്റൊരു പദ്ധതി ഒളിഞ്ഞിരുന്നു. ഡൈനാമൈറ്റ് മുകളിൽ എത്തിച്ച ശേഷം ഡേവിഡിനെ കടലിൽ ഉപേക്ഷിച്ച് മരിക്കാൻ വിടാനായിരുന്നു ഗ്രൂണറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അങ്ങനെ ചെയ്താൽ സ്ഫോടക വസ്തുക്കൾ സ്വന്തമാവുകയും അനാരിസ് വീണ്ടും തൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുമെന്ന് അവൻ കരുതി. അങ്ങനെ ഇരുവരും ബോട്ടിൽ കയറി കപ്പൽ മുങ്ങിക്കിടന്ന സ്ഥലത്തെത്തി. ഡേവിഡ് ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച് പതുക്കെ കടലിനടിയിലേക്ക് ഇറങ്ങി. താഴെ എത്തിയപ്പോൾ കപ്പൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നതാണ് അവൻ കണ്ടത്. ഭാഗ്യവശാൽ അവിടെ നിന്ന് ചില ഡൈനാമൈറ്റ് പെട്ടികൾ കണ്ടെത്താനും കഴിഞ്ഞു. അപ്പോഴാണ് ചില ജീവികൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരെ കണ്ടതോടെ ഡേവിഡ് ഭയന്ന് താഴേക്ക് വീണു. ഭാരമുള്ള ഡൈവിംഗ് സ്യൂട്ട് ധരിച്ചിരുന്നതിനാൽ അവന് വേഗത്തിൽ നീങ്ങാനോ ഗ്രൂണറിന് സിഗ്നൽ നൽകാനോ കഴിഞ്ഞില്ല. മുകളിലുണ്ടായിരുന്ന ഗ്രൂണർ ജീവികൾ ഡേവിഡിനെ കൊന്നുകളഞ്ഞുവെന്നാണ് കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവ ഡേവിഡിനെ ആക്രമിക്കാൻ വന്നതല്ല. ഡേവിഡ് എങ്ങനെയോ ഡൈവിംഗ് സ്യൂട്ട് അഴിച്ചുമാറ്റി വെള്ളത്തിൻ്റെ മുകളിലേക്ക് നീന്തിയെത്തി. ഒടുവിൽ അവനും ഗ്രൂണറും ചേർന്ന് മുങ്ങിക്കിടന്ന കപ്പലിൽ നിന്ന് ലഭിച്ച ഡൈനാമൈറ്റ് പെട്ടികൾ കരയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവർ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. ലൈറ്റ് ഹൗസിന് ചുറ്റുമായി 2 വലയങ്ങളിലായി ഡൈനാമൈറ്റുകൾ സ്ഥാപിച്ചു. അടുത്ത തവണ ജീവികൾ ആക്രമിക്കാൻ വന്നാൽ ഒറ്റ സ്ഫോടനത്തിൽ അവരെ ഇല്ലാതാക്കണമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. ശൈത്യകാലം എത്തിയതോടെ വീണ്ടും ജീവികളുടെ ആക്രമണം പൂർണ്ണമായും നിലച്ചു. അവർ എവിടെയോ അപ്രത്യക്ഷരായതുപോലെ തോന്നി. ഈ നിശബ്ദത കണ്ട ഗ്രൂണർക്ക് ഒരു സംശയം തോന്നി. ഡൈനാമൈറ്റിനെ കുറിച്ചുള്ള വിവരം അനാരിസ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിരിക്കാമെന്ന് അവൻ കരുതി. ആ സംശയത്തിൻ്റെ പേരിൽ അവൻ അനാരിസിനെ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഡേവിഡ് ഇടപെട്ട് അവളെ രക്ഷിച്ചു. ഒടുവിൽ അവർ മറ്റൊരു തന്ത്രം ആസൂത്രണം ചെയ്തു. ലൈറ്റ് ഹൗസിൻ്റെ പ്രധാന വാതിൽ തുറന്നിടുക. അനാരിസിനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിർത്തി ഉറക്കെ വിളിപ്പിക്കുക. അവളുടെ ശബ്ദം കേട്ട് ജീവികൾ തീർച്ചയായും വരുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. പദ്ധതി കൃത്യമായി ഫലിച്ചു. അനാരിസിൻ്റെ നിലവിളി കേട്ടതോടെ കടലിൽ നിന്ന് ജീവികൾ കൂട്ടത്തോടെ കരയിലേക്ക് എത്തിത്തുടങ്ങി. ലൈറ്റ് ഹൗസിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്കത് നല്ലൊരു അവസരമായി തോന്നി. അവർ നേരെ അകത്തേക്ക് പാഞ്ഞുകയറി. ഡേവിഡിനെ ആക്രമിച്ചെങ്കിലും അവൻ ഏതു വിധേനയും അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. എല്ലാ ജീവികളും ഡൈനാമൈറ്റ് സ്ഥാപിച്ച ഭാഗത്തേക്ക് എത്തിയെന്നുറപ്പായതോടെ പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഡൈനാമൈറ്റ് പൊട്ടിയില്ല. കാരണം മുൻപ് ഡേവിഡ് സുരക്ഷയ്ക്കായി വയർ അഴിച്ചു വെച്ചിരുന്നു. അത് പിന്നീട് വീണ്ടും ബന്ധിപ്പിക്കാൻ ഗ്രൂണർ മറന്നുപോയിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡേവിഡ് ഉടൻ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് ഓടി. ജീവൻ പണയം വെച്ച് അവൻ വീണ്ടും വയർ ബന്ധിപ്പിക്കാൻ തുടങ്ങി. അതേസമയം ജീവികൾ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഗ്രൂണർ ഒറ്റയ്ക്കാണ് അവരെ തടഞ്ഞു നിർത്തിയത്. അവസാനം ഡേവിഡ് വയർ ശരിയാക്കിയതോടെ ആദ്യത്തെ ഡൈനാമൈറ്റ് വലയം പൊട്ടിത്തെറിച്ചു. വലിയൊരു സ്ഫോടനത്തിൽ
ആക്രമണത്തിൽ നിരവധി ജീവികൾ കൊല്ലപ്പെട്ടു. എന്നാൽ അതുകൊണ്ടും ആക്രമണം അവസാനിച്ചില്ല. ബാക്കിയുണ്ടായിരുന്ന ജീവികൾ വീണ്ടും മുന്നേറാൻ തുടങ്ങി. മറ്റു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗ്രൂണർ രണ്ടാമത്തെ ഡൈനാമിറ്റ് വലയവും പൊട്ടിച്ചു കളഞ്ഞു. ശക്തമായ സ്ഫോടനത്തിൽ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ തകർന്നു. ആ ആഘാതത്തിൽ ഡേവിഡും ഗ്രൂണറും ബോധരഹിതരായി വീണു. പിറ്റേന്ന് രാവിലെ അവർക്ക് ബോധം വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് അനാരിസിനെ കാണാനില്ല എന്നതായിരുന്നു. ചുറ്റും മരിച്ചു കിടന്നത് അനേക ജീവികളുടെ ശരീരങ്ങൾ. പരിക്കേറ്റിട്ടും ജീവനോടെ കിടന്നിരുന്നവരെ ഗ്രൂണർ ഒന്നൊന്നായി കൊന്നെടുക്കുകയായിരുന്നു. അതിനിടെ ഒരു ജീവിയുടെ കഴുത്തിൽ തൂങ്ങിയിരുന്ന ഒരു മാല ഡേവിഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നിമിഷം അവൻ്റെ കാഴ്ചപ്പാട് മാറി. വേദന കൊണ്ട് പിടയുന്ന ആ ജീവികളെ കണ്ടപ്പോൾ അവനൊരു സത്യം മനസ്സിലായി. ഇതുവരെ താൻ ഭീകരരെന്ന് കരുതിയവർ വികാരങ്ങളുള്ള ജീവികളായിരുന്നു. അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും കുടുംബമുണ്ട്, സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. എന്നാൽ ഗ്രൂണറിന് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. ആ ദിവസത്തിനു ശേഷം ജീവികൾ വീണ്ടും ആക്രമിക്കാൻ വന്നില്ല. പക്ഷേ എല്ലാ ദിവസവും കടൽത്തീരത്ത് നിന്ന് ദുഃഖം നിറഞ്ഞ കരച്ചിലിൻ്റെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. അവർ എത്ര വലിയ ദുരന്തമാണ് സൃഷ്ടിച്ചതെന്ന് അപ്പോഴാണ് ഡേവിഡ് മനസ്സിലാക്കിയത്. എത്ര കുടുംബങ്ങളാണ് തകർന്നത്, എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാതാപിതാക്കളെ നഷ്ടമായത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. അടുത്ത ദിവസം കടൽത്തീരത്തെത്തിയപ്പോൾ കുടുംബത്തെ നഷ്ടപ്പെട്ട കുറച്ച് ചെറിയ ജീവികളെ ഡേവിഡ് കണ്ടു. അവർക്കു വേണ്ടി അവൻ കല്ലുകൾ കൊണ്ട് ഒരു ചെറിയ വൃത്തമുണ്ടാക്കി. അതിന്റെ അവന്റെ പ്രതീക്ഷ. മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും അനാരിസ് തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം രാവിലെ ഡേവിഡ് ഉറക്കം എഴുന്നേറ്റപ്പോൾ ഗ്രൂണർ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ്റെ സമീപത്ത് ചില പഴയ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നത് ഡേവിഡ് ശ്രദ്ധിച്ചു. അതിലൊരു പഴയ ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ചിത്രം കണ്ട ഡേവിഡ് ഞെട്ടിപ്പോയി. ആദ്യ ദിവസം റോബർട്ടിൻ്റെ ഡയറിയിൽ കണ്ട അതേ സ്ത്രീയായിരുന്നു ഈ ഫോട്ടോയിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അവളുടെ കൂടെ നിൽക്കുന്നത് ഗ്രൂണറായിരുന്നു. അപ്പോഴാണ് ഡേവിഡിന് സത്യം മനസ്സിലായത്. 1 വർഷം മുമ്പ് കാണാതായ കാലാവസ്ഥാ ഉദ്യോഗസ്ഥൻ റോബർട്ട് മരിച്ചിരുന്നില്ല. ഗ്രൂണർ തന്നെയായിരുന്നു റോബർട്ട്. ദ്വീപിൽ എത്തിയ ശേഷം അവൻ തൻ്റെ പഴയ ജീവിതവും പേരും ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിത്വം സ്വീകരിക്കുകയായിരുന്നു. ഇനി ഒരിക്കലും ഈ ദ്വീപ് വിട്ടുപോകാൻ അവന് ആഗ്രഹമില്ലായിരുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞതോടെ ഡേവിഡിനും ഒരു കാര്യം വ്യക്തമായി. താനും ഒരുപക്ഷെ ഈ ദ്വീപിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. വൈകുന്നേരം ഡേവിഡ് വീണ്ടും കടൽ തീരത്തെത്തി. അവൻ കല്ലുകൾക്കിടയിൽ വെച്ചിരുന്ന ചെറിയ കളപ്പടവ് അവിടെ കാണാനില്ലായിരുന്നു. പക്ഷേ അതേ സ്ഥലത്ത് ഒരു ചെറിയ ജീവി ആ കളിപ്പടവ് കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവരെ ഭയപ്പെടുത്താനല്ല, സമാധാനത്തിൻ്റെ അടയാളമായി ഡേവിഡ് തൻ്റെ കയ്യിലെ കത്തുന്ന മരക്കഷ്ണം ആ കല്ലുകളുടെ വൃത്തത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞു. അവൻ പോരാടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സൗഹൃദമാണ് ആഗ്രഹിക്കുന്നതെന്നും കാണിക്കാൻ ആയിരുന്നു ഇത്. അല്പസമയത്തിനു ശേഷം കടലിൽ നിന്ന് അനാരിസ് പുറത്തു വന്നു. അവളുടെ പിന്നിൽ മറ്റു ജീവികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആരും ഡേവിഡിനെ ആക്രമിച്ചില്ല. കാരണം അവർക്കും യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു ആഗ്രഹം. അവർക്ക് ആവശ്യം സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഗ്രൂണർ കയ്യിൽ തോക്കുമായി അവിടെ എത്തിയത്. സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് അവന് സഹിക്കാനായില്ല. ഡേവിഡ് എത്ര പറഞ്ഞിട്ടും ഗ്രൂണർ കേൾക്കാൻ തയ്യാറായില്ല. അനാരിസിനോട് അവൻ തിരികെ വരാൻ ഉത്തരവിട്ടു. എന്നാൽ ആദ്യമായാണ് അനാരിസ് അവൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്നത്. ഇത് ഗ്രൂണറിൻ്റെ അഹങ്കാരത്തെ തകർത്തു. തൻ്റെ ആധിപത്യം അവസാനിച്ചുവെന്ന തോന്നൽ അവനുണ്ടായി. ദേഷ്യത്തോടെ അവൻ ലൈറ്റ് ഹൗസിലേക്ക് ഓടി. ഡേവിഡ് വിചാരിച്ചത് ഒരുപക്ഷെ ഗ്രൂണർ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയിരിക്കും എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ലൈറ്റ് ഹൗസിലെത്തിയ ഗ്രൂണർ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് നേരെ ജീവികളുടെ കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു. ആ ഫ്ലെയർ ഒരു ചെറിയ ജീവിക്കുഞ്ഞിൽ തട്ടി. നിമിഷങ്ങൾക്കകം അത് മരിച്ചു. ഇത് കണ്ടതോടെ ജീവികൾ ഭയന്ന് വീണ്ടും കടലിലേക്ക് ഓടി. അനാരിസിനും ഡേവിഡിനോടുണ്ടായിരുന്ന വിശ്വാസം നഷ്ടമായി. ഇതെല്ലാം കണ്ട ഡേവിഡ് നിയന്ത്രണം വിട്ടു. അവൻ ലൈറ്റ് ഹൗസിലേക്ക് ഓടി ഗ്രൂണറുമായി ഏറ്റുമുട്ടി. നീ എന്തിനാണ് ഇത് ചെയ്തത്? അവർക്ക് യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഗ്രൂണർ ക്രൂരതയുടെ പരമാവധിയിലെത്തിയിരുന്നു. അവൻ ഇരുമ്പ് ദണ്ടെടുത്ത് ഡേവിഡിനെ ആക്രമിക്കാൻ തയ്യാറായി. അപ്പോൾ ഡേവിഡ് ഉറക്കെ വിളിച്ചു, റോബർട്ട്, നിർത്തൂ. ആ പേര് കേട്ട നിമിഷം ഗ്രൂണർ നിശ്ചലനായി. വർഷങ്ങളായി മറന്നുപോയ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അവൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നു. ഭാര്യയുടെ മരണം, മാനസിക തകർച്ച, ഒറ്റപ്പെടൽ ഇവയെല്ലാം ചേർന്നാണ് റോബർട്ടിനെ ഗ്രൂണർ എന്ന മനുഷ്യനാക്കി മാറ്റിയത്. താൻ ചെയ്ത എല്ലാ ക്രൂരതകളും തെറ്റായിരുന്നുവെന്ന് അവന് ഒടുവിൽ ബോധ്യമായി. ആ ജീവികൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് സ്വന്തം കൂട്ടാളിയെ രക്ഷിച്ച് സമാധാനമായ ഒരു ജീവിതമായിരുന്നു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയ റോബർട്ട് ഇനി പ്രതികരിച്ചതുമില്ല. അവൻ സ്വയം ആ ജീവികളുടെ മുന്നിലേക്ക് നടന്നു. അല്പസമയത്തിനകം അവർ അവനെ കൊന്നൊടുക്കി. ഡേവിഡ് ലൈറ്റ് ഹൗസിനുള്ളിൽ കയറി വാതിലടച്ചു. കാലം കടന്നുപോയി. കൃത്യം 1 വർഷത്തിനു ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരും പുതിയ കാലാവസ്ഥാ നിരീക്ഷകനും ദ്വീപിലെത്തി. അവർ ഡേവിഡിനോട് മുൻ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഡേവിഡ് ശാന്തമായി പറഞ്ഞു, അവൻ കടലിലേക്ക് പോയി, പിന്നെ ഒരിക്കലും തിരികെ വന്നില്ല.
ഒരിക്കൽ ഗ്രൂണർ പറഞ്ഞ അതേ മറുപടി. അപ്പോൾ ഡേവിഡിനെയാണ് അവർ ഗ്രൂണർ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ ഡേവിഡ് ശ്രമിച്ചതുമില്ല. അവൻ മിണ്ടാതെ ലൈറ്റ് ഹൗസിൻ്റെ ബാൽക്കണിയിലേക്ക് നടന്നു. കാരണം ഇപ്പോൾ ഈ ദ്വീപ് വിട്ടുപോകാൻ അവനും ആഗ്രഹമില്ലായിരുന്നു. അതേസമയം അനാരിസ് തൻ്റെ കൂട്ടുകാരോടൊപ്പം സ്വതന്ത്രമായി ജീവിക്കുകയായിരുന്നു. ഇനി അവളെ അടിമകളാക്കാനോ ഭയപ്പെടുത്താനോ ആരുമില്ല. സമുദ്രത്തിലും ദ്വീപിലും അവർക്കൊടുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചു. അവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സിനിമയുടെ കഥയെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.